എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പപ്പടവും ചിക്കനും വെച്ച് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി സവാള നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് ചിക്കനുണ്ട്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് 2 പപ്പടം വറുത്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പൊടിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. അപ്പോൾ ഇതാണ് പപ്പടത്തിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്. ഇനി കുറച്ച് മൈദമാവും ലേശം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പപ്പടത്തിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ പപ്പടം എടുത്ത് അതിന് ചുറ്റും ഈ ഒരു മാവ് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നീട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് നല്ല രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് ചെറിയ പപ്പടം ആയതുകൊണ്ട് തന്നെ ഫില്ലിങ് വെക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ പപ്പടം നോക്കി എടുത്തോളൂ. ഈ ഒരു രീതിയിൽ നന്നായി ഇതിനെ കവർ ചെയ്തെടുക്കാം. വീണ്ടും അടുത്ത പപ്പടം എടുത്ത് ഈ രീതിയിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ പപ്പടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇത് പുറത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. പപ്പടം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുമ്പോൾ മറിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായി ഇതേപോലെ പരുവായി കിട്ടുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മാവ് നനയ്ക്കുകയോ കുഴയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പപ്പടം ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.